ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഇഗ്നോയുടെ ജൂൺ 2024 റിസൾട്ടുകളൊക്കെ ഇങ്ങനെ പബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു സബ്ജക്റ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടാകും, ചില ആൾക്ക് 2 സബ്ജക്റ്റിൻ്റെ വന്നിട്ടുണ്ടാകും, ചില ആൾക്ക് ഒരു സബ്ജക്റ്റിൻ്റെ വരാതിരുന്നിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ടാണ്, ഇനി എപ്പോഴാണ് ഈ റിസൾട്ട് വരിക, ഇനി ഇഗ്നോയുടെ റിസൾട്ടുകൾ ഇങ്ങനെയാണോ വരുന്നത്, അങ്ങനെയുള്ള ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ റിസൾട്ട് വരാത്തതിന് ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, RCയിൽ പോകേണ്ടതുണ്ടോ, അല്ല എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ് പല കുട്ടികളുടെയും ഡൗട്ട് എന്ന് പറയുന്നത്. നമ്മളുടെ ഇഗ്നോയുടെ പുതിയ അപ്ഡേഷൻ, അതായത് റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേഷൻ വന്നിട്ടുള്ളത് നമ്മളുടെ ഓഗസ്റ്റ് 14, 2024 അപ്പോൾ ആ ടൈം നോക്കാത്തവർ ഒന്നുകൂടി നമ്മളുടെ റിസൾട്ടിൽ പോയിട്ട് ചെക്ക് ചെയ്യുക. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മളുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക. അതിൽ റിസൾട്ട് എന്ന് കാണിക്കുന്നുണ്ട്. ആ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേ ഏത് റിസൾട്ടാണ് വേണ്ടതെന്നുണ്ടാവും. അതിൽ ടേം ആൻഡ് എന്ന റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് താഴെ കാണാം ജൂൺ 2024 ടേം ആൻഡ് എക്സാമിനേഷൻ റിസൾട്ട് ന്യൂ എന്ന് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റർ യുവർ എൻറോൾമെൻറ്റ് നമ്പർ, ഇതിൽ അപ്ഡേഷൻ വന്നിട്ടുള്ളത് നമുക്ക് കാണാം ഓഗസ്റ്റ് 14, 2024 അപ്പോൾ അതിൽ നമുക്ക് നമ്മളുടെ എൻറോൾമെൻറ്റ് നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ വരിക റിസൾട്ട് യെറ്റ് ടു ബി ഡിക്ലെയർഡ്, അങ്ങനെ ആയിരിക്കാം. കാരണം നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇഗ്നോയുടെ റിസൾട്ടുകൾ ഇങ്ങനെയാണ് വരാറുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതായത് നമ്മളുടെ എക്സാം കഴിഞ്ഞ്, നമ്മളുടെ ലാസ്റ്റ് എക്സാം ഉണ്ടായത് ജൂലൈ 9 അപ്പോൾ അത് കഴിഞ്ഞ് 2-3 മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇഗ്നോയുടെ റിസൾട്ടുകൾ മുഴുവനായിട്ടും വരുന്നത്. അപ്പോൾ ആ ഒരു ടൈം വരെ ഇപ്പോൾ നമുക്ക് ആയിട്ടുള്ളത് ഓഗസ്റ്റ്, സെപ്റ്റംബർ ലാസ്റ്റ് ഓടെ നമുക്ക് ചിലപ്പോൾ നമ്മളുടെ റിസൾട്ടുകളൊക്കെ വന്നെന്ന് വരാം. പിന്നെ പറയാനുള്ളത്, നമ്മളുടെ ഓരോ ചില സബ്ജക്റ്റായിട്ടാണ് നമുക്ക് എക്സാം റിസൾട്ട് വരുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് നമ്മുടെ സാധാരണ യൂണിവേഴ്സിറ്റി ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല. ഇതിനൊരു കാരണമുണ്ട്. കാരണം നമ്മളുടെ ഇഗ്നോയുടെ സ്റ്റഡി സെൻറ്റേഴ്സിൽ നമുക്കായിട്ട് ഒരു അധ്യാപകരോ കാര്യങ്ങളോ ഇല്ല, പ്രൊഫസേഴ്സ് ഇല്ല എന്നുള്ളതാണ്. അതായത് മറ്റുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സാണ് നമ്മളുടെ എക്സാം പേപ്പർ നോക്കുന്നത്. അപ്പോൾ അവരുടെ കൺവീനിയൻ്റ് അനുസരിച്ചായിരിക്കും നമ്മളുടെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ RCയിൽ പോയിട്ട് കാര്യങ്ങളൊന്നുമില്ല. കാരണം അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, നമ്മളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ന്യൂഡൽഹിയിൽ പോയിട്ട് നമ്മളുടെ ഇഗ്നോയുടെ സെൻറ്ററിൽ പോയിട്ട് അവിടെ അപേക്ഷ സമർപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളുടെ റിസൾട്ട് പെട്ടെന്ന് പബ്ലിഷ് ആകുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആകെ നമുക്കൊരു ചാൻസ് എന്ന് പറയുന്നത് അവിടെ മാത്രമാണുള്ളത്. അപ്പോൾ റിസൾട്ട് ഇനിയും വരാത്തവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമുള്ള, ഇഗ്നോയുടെ റിസൾട്ടുകൾ ഇങ്ങനെയാണ് വരാറുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക്